കടമറ്റത്താണ് എൻ്റെ വീട്. എൻ്റെ പേര് രവികുമാർ എന്നാണ്. അപ്പോൾ എനിക്ക് മുമ്പ് 6 തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്ന ചെങ്ങന്നൂർ ഭഗവതിയുടെ ഉപാസകനായ എൻ്റെ മുതുമുത്തശ്ശനായ രാമൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മഹാമാന്ത്രികനായിരുന്നു. അപ്പോൾ കടമറ്റത്ത് കത്തനാർ ദേശാടന കാലത്തെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടുകയും അങ്ങനെ കടമറ്റത്തേക്ക് ക്ഷണിച്ച് കടമറ്റത്ത് വന്ന് അദ്ദേഹത്തിന് മാന്ത്രിക വിധികളെ, സമ്പ്രദായങ്ങളെ ക്രിസ്ത്യൻ സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ പേര് കടമറ്റം വഴി എന്നാണ്. അത്തരത്തിലുള്ള മാന്ത്രിക താന്ത്രിക വിദ്യകളിലൂടെ മനുഷ്യർക്ക് ഉണ്ടാകാവുന്ന എല്ലാവിധ ആഭിചാരദോഷങ്ങൾ, പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരങ്ങൾ, ബാധ തുടങ്ങിയ അവയുടെ ഉച്ചാടനങ്ങൾ, ഇത്തരം കർമ്മങ്ങൾ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ ഏത് വിധേനയുള്ളതായാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക, അതിന് ഏത് വിധത്തിലുള്ള മാന്ത്രിക കർമ്മങ്ങളാണ്, ശാന്തി കർമ്മങ്ങളാണോ ഉച്ചാടന കർമ്മങ്ങളാണോ, അങ്ങനെ ഏതാണ് എന്ന് വെച്ചാൽ അതിനനുസൃതമായ പൂജാ സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കടമറ്റത്ത് കത്തനാരെയും അത്തരത്തിലുള്ള പൂജാ വിധാനങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കത്തനാർ അതാണ് ചെയ്തിരുന്നത്. കടമറ്റത്ത് കത്തനാർ കൗളാചാരപ്രകാരമുള്ള ആചരണമാണ്. അമ്മ ദൈവത്തെയാണ് ആരാധിച്ചത്. കടമറ്റം പള്ളി തന്നെ സെൻറ്റ് മേരീസിൻ്റെ പേരിലായിരുന്നു ആദ്യം. പിന്നീട് സെൻറ്റ് ജോർജ് എന്നുള്ള വിശുദ്ധം വന്നപ്പോഴാണ് പേര് മാറ്റി സെൻറ്റ് ജോർജ് ചർച്ച എന്ന പേരിലായത്. കടമറ്റം പള്ളിയിൽ ചെല്ലുകയാണെങ്കിൽ തന്നെ പള്ളിയുടെ ഇടത് ഭാഗത്ത് മാതാവിൻ്റെ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ മാതാവിനെയാണ് അദ്ദേഹം ആരാധിച്ചത്. ഈ മാതാവ് എന്നുള്ളത് അമ്മ ദൈവമാണ്. അപ്പോൾ അമ്മ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന സമ്പ്രദായമാണ് കൗളാചാരം. ആ കൗളാചാരത്തിൽ കാളി എന്ന് പറയുന്ന ആ ദേവതയാണ് എല്ലാ ആളുകളും ആരാധിച്ചിരുന്നത്. അപ്പോൾ കാളിയെ പൂജ തന്നെയാണ് കൗളാചാരം. അപ്പോൾ ആ രീതിയിലുള്ള പൂജകളാണ്, ആ വിധാനത്തിലുള്ള മാന്ത്രിക കർമ്മങ്ങളാണ് ഞാനൊക്കെ അനുവർത്തിച്ച് പോരുന്നത്.